ആക്ച്വലി എനിക്ക് ഈ റെസിപ്പി പറഞ്ഞത് ഞാൻ ഫ്രണ്ട് ആപ്പിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്. ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്ന പല ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചു. അവരുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ഓഡിയോ കോളാണ് ഞാൻ ചെയ്തത്. ഓപ്പൺ ടോക്കിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും. ഉദ്ദേശം സെക്സ്റ്റിംഗ് ഒക്കെയാണ് എന്ന് മനസ്സിലായപ്പോൾ നിർത്തി. ഐ എം നോട്ട് എ റെഗുലർ യൂസർ ബട്ട് ഐ ഓൺലി ഹാഡ് എ ഫ്യൂ ഗുഡ് എക്സ്പീരിയൻസസ് വിത്ത് ഇറ്റ് ആൻഡ് യെറ്റ് എവരിവൺ അപ്രോച്ചസ് മീ ടു ടോക്ക് അബൌട്ട് സെക്സ്. ഇപ്പൊ മനസ്സിലായില്ലേ ഇത് എന്തിനു ഉപയോഗിക്കുന്ന ആപ്പാണെന്ന്? ഇതുപോലത്തെ പെയ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളുകൾ ഇൻസ്റ്റാഗ്രാമിലും റെഡിറ്റിലും ടെലിഗ്രാമിലും ഒക്കെ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. പക്ഷേ ഇതിനു വേണ്ടി ഒരു ആപ്പ് ആകുമ്പോൾ ചെറിയ കുട്ടികൾ അറിയാതെ ചെന്ന് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്ത ആളുകൾക്കും അറിയാം, അവർ പറഞ്ഞ ഭാഷയിലും വ്യക്തമാണ്, കേട്ട ആളുകൾക്ക് അറിയാം ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ്. അയ്യോ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് അതിനകത്ത് പരിപാടി. പിന്നെ ഡേറ്റിംഗ് ആപ്പിനകത്ത് പിന്നെ എന്തുവാണ് ചുറ്റും ഇരുന്നിട്ട് ഭജനയല്ലോ. ആളുകൾ ഇണകളെ കണ്ടെത്താനായിട്ട് വരുന്ന സ്ഥലം. ചില ആളുകൾക്ക് ഷോർട്ട് ടൈം ആയിരിക്കാം, ചില ആളുകൾക്ക് ലോങ് ടൈം ആയിരിക്കാം. കുട്ടികളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്താണെങ്കിലും ഫേസ്ബുക്കിനകത്താണെങ്കിലും വഴിതെറ്റാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ടെലിഗ്രാം വഴിതെറ്റിക്കാം, വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിതെറ്റിക്കാം, ഇഷ്ടംപോലെ വഴിതെറ്റിക്കാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ഡേറ്റിംഗ് ആപ്പിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പ് നിങ്ങൾ ഉപയോഗിക്കണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. ചൂഷണത്തിനുള്ള സ്ഥലങ്ങളാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. അല്ലാതെ കുട്ടികൾ വഴിതെറ്റും അതുകൊണ്ട് ഡേറ്റിംഗ് ആപ്പുകളൊക്കെ നിരോധിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, കുട്ടികൾ ഡേറ്റിംഗ് ആപ്പുകളിലേക്ക് വരുന്നു. ഫ്രണ്ട്സിനെ ഉണ്ടാക്കാമെന്ന് ഇൻഫ്ലുവൻസർ പറഞ്ഞത് കേട്ട് വരുന്നു. അവർക്ക് അവിടെ ഒരു നീഡുണ്ട്. ആ ഒരു നീഡ് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻസ് നമ്മൾ കാണിക്കാറുണ്ട്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, പ്രണയം, ഓവർ ഗ്ലോറിഫിക്കേഷൻ ഓഫ് സെക്സ് ആൻഡ് റൊമാൻസ് ആണ്. ഇത് കണ്ടിട്ട് കുട്ടികൾ അയ്യോ 18 വയസ്സ് വരെ കാത്തു നിന്നേക്കാം, എന്നിട്ട് ഞങ്ങളൊരു ഇണയെ തേടാം, അല്ലെങ്കിൽ 25 വയസ്സാവട്ടെ സെറ്റിലായിട്ട് നോക്കാം എന്ന് വിചാരിക്കുന്നതാണോ ആളുകൾ വിചാരിക്കണേ?